ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മെക്സിക്കൻ ഡെസേർട്ട് റെസിപ്പിയായ കോഫി ഫ്ലാൻ ആണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ വരുന്ന ഗസ്റ്റിനോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിൽ 3/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ, അതായത് ബ്രൂവോ നെസ്കഫയോ ഏത് തന്നെ എടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ തിളപ്പിക്കാത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും 2 കോഴിമുട്ട പൊട്ടിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ പഞ്ചസാര നന്നായി അലിഞ്ഞ് ഒട്ടും തന്നെ ലംസ് ഇല്ലാണ്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇപ്പൊ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാല്, അതായത് 250 ml ആണ് എടുത്തിരിക്കുന്നത്. കൂടെ 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡറും 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കോഫി പൗഡർ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കാരമലൈസ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് വെക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ കോഫി പൗഡർ ഇട്ടേക്കണോണ്ട് പെട്ടെന്ന് കാരമലൈസ് ആയി എന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് കാരമലൈസ് ആക്കുക. അതുപോലെ തന്നെ കരിയാണ്ടും നോക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേ ഒന്ന് ഓവനിലോ ഇല്ലെങ്കിൽ നോർമൽ ഒന്ന് ഗ്യാസ് സ്റ്റവിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ കാരമൽ പെട്ടെന്ന് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള കാരമലിൽ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയ സൗണ്ടൊക്കെ വരും. അപ്പോൾ അതൊക്കെ കേട്ട് പേടിക്കണ്ട. ഇനി നമുക്കിതൊന്ന് ഇഡ്ഡലി ചെമ്പിലിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ഓൾറെഡി ഇവിടെ ഇഡ്ഡലി ചെമ്പ് ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബേക്കിംഗ് ട്രേ ഒന്ന് ഇറക്കി വെക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നല്ല കട്ടിയുള്ള ക്ലോത്ത് എടുത്ത് മൂടി വെക്കുക. കാരണം അധികം ആവി കയറുമ്പോൾ വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ക്ലോത്ത് വെക്കാൻ പറയുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടിയിട്ടൊന്നും മൂടി വെക്കാം. അപ്പം നല്ല കട്ടിക്ക് അങ്ങോട്ട് മൂടി വെക്കരുത്, ചെറിയൊരു ഗ്യാപ്പൊക്കെ വിടണം ആവി പോകാൻ വേണ്ടി. ഇനി ഒരു 30 to 35 മിനിറ്റ് ഇതൊന്ന് നന്നായി ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കോഫി ഫ്ലാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കഴിക്കുകയോ ഇല്ലെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കോഫി ലവേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.